സ്ട്രോക്ക് വരുന്നത്. 2 ദിവസം മുന്നേ തന്നെ അതിന്റെ സിംറ്റംസ് എനിക്ക് ശരീരത്തിൽ കാണിച്ചുകൊണ്ടിരുന്നു. ഞാൻ പല ക്ലിനിക്കുകളിൽ പോയിട്ട് അവിടുന്ന് പ്രിവെന്റീവ് എടുത്തു, പക്ഷെ അത് നിന്നില്ല. ഞാൻ കോട്ടക്കൽ ആദിവാസികളിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഉണ്ടാവുന്ന ദിവസം എനിക്ക് നേരത്തെ പോകേണ്ടി വന്നില്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ച് വണ്ടി എടുക്കാൻ നോക്കുമ്പോൾ ഒരു ഇലക്ട്രിക്കൽ ബൈക്ക് ഉണ്ട്. ഞാൻ ആ ബൈക്ക് എടുക്ക് സ്റ്റാൻഡ് തട്ടാൻ നോക്കുമ്പോൾ കാല് നിലത്ത് ഉറക്കുന്നില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി സംഗതി പിടുത്തപ്പെട്ടിരിക്കുന്നു. ഇതിനു മുന്നേ ഞാൻ ഡയബറ്റിക്കാണ്, ഈ BP-യുടെ ടാബ്ലറ്റ്സും കഴിച്ചുകൊണ്ടിരുന്നതാണ്. എല്ലാ മാസവും കറക്റ്റായിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരുന്ന ആള് നോർമലാണെന്ന് കണ്ടപ്പോൾ ഈ ടാബ്ലറ്റ്സ് നിർത്തി ഞാൻ. അതാണ് തോന്നുന്നു എന്നെ ഈ തരത്തിലാക്കാൻ കാരണം. എങ്കിലും ഞാൻ ഭക്ഷണം കഴിക്കാതിരുന്നപ്പോൾ ഗ്ലാസ് എടുക്കാൻ കഴിയുന്നില്ല. അപ്പൊ ഞാൻ ഭാര്യയോട് പറഞ്ഞു, വണ്ടി വിളിക്ക്, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം. ഇവിടേക്ക് ഞാൻ നടന്നിട്ടൊക്കെയാണ് വന്നത് ഹോസ്പിറ്റലിലേക്ക്. രാത്രിയായപ്പോൾ ICUവിൽ നിന്ന് 2-3 പ്രാവശ്യം ഛർദ്ദിച്ചതിന് ശേഷം എനിക്ക് ഇടതുഭാഗം പൂർണ്ണമായും തളർച്ച സംഭവിച്ചു. പിന്നെ ഇവിടുത്തെ ഡോക്ടർ ജിതേന്ദ്രനുമായി ഡോക്ടറും ഇവിടുത്തെ നേഴ്സുമാര് അതേമാതിരി ഫിസിയോതെറാപ്പിസ്റ്റ് തന്ന മനോധൈര്യത്തിലാണ് എന്നെ കാണാമെന്ന പലരും പ്രതീക്ഷിച്ചിരുന്നത് ഞാൻ ഇനി നീച്ച് നടക്കില്ല എന്നുള്ളതായിരുന്നു. പക്ഷെ എന്തോ ദൈവത്തിന്റെ കാരുണ്യമോ ഡോക്ടറും അതേമാതിരി മറ്റുള്ളവരും തന്ന പ്രചോദനമോ എന്തോ അറിയില്ല, ഞാൻ പൂർണ്ണമായും എനിക്ക് എന്നെ ഏൽപ്പിക്കുന്ന എന്റെ സ്ഥാപനത്തിലുള്ള എല്ലാ ജോലികളും ഞാൻ ചെയ്യാറുണ്ട്. കാർ ഓടിക്കാറുണ്ട്, ബൈക്ക് ഓടിച്ചായിരുന്നു. അതിനിടയിൽ ഒരു വാഹനം വന്ന് എന്നെ ഇടിച്ചതുകൊണ്ട് ഞാൻ വീണുപോയി. അപ്പൊ എന്നോട് ഡോക്ടർ പറഞ്ഞു, നീ ബൈക്ക് ഓടിക്കണ്ട. അങ്ങനെ ഇപ്പോഴാണ് കാറാണ് ഓടിക്കുന്നത്. കാർ ഓടിച്ച് 19 കിലോമീറ്ററോളം ഞാൻ ദിവസവും യാത്ര ചെയ്യാറുണ്ട്. ലക്ഷദ്വീപിലേക്ക് ഒരു യാത്ര പോയി. ലക്ഷദ്വീപിലേക്ക് പോകുമ്പോൾ പലരും പറയുന്നു, നിങ്ങൾക്ക് അവിടെ പോയ മുഴുവൻ വെള്ള ദ്വീപുകളാണല്ലോ, അപ്പൊ വെള്ളത്തിലുള്ള ആക്ടിവിറ്റീസാണ് അവിടെ കൂടുതൽ സാധിക്കുമ്പോൾ. ഞാൻ പോയി ആ ധൈര്യത്തില് ഞാൻ അവിടെ നീന്തി, അവിടെ സ്കൂബ ഡൈവിങ് ചെയ്തു, സ്നോർക്കലിംഗ് ചെയ്തു.